അത്യാധുനിക സൗകര്യങ്ങളോടെ 100 കോടി രൂപ ചെലവഴിച്ച് പണികഴിച്ച ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ ചികിത്സ കിട്ടാതെ വലയുന്നു. 18 ഡോക്ടർമാരുടെ തസ്തികയുള്ള ഇവിടെ 9 ഡോക്ടർമാരാണുള്ളത്. ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റൂർ ജനത മുറവിളി കൂട്ടുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. സർക്കാരിന്റെ അവഗണന ഇന്നും തുടരുന്നു. 8 ഡോക്ടർമാർ ഡ്യൂട്ടിയിലുണ്ടാകേണ്ടതാണ്. ഇവിടെ ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്. തിക്കും തിരക്കും നീണ്ട ക്യൂ മൂലവും രോഗികൾ വല്ലാതെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ്. ചിറ്റൂർ ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ച രോഗികൾക്ക് നല്ല രീതിയിൽ ചികിത്സ ലഭ്യമാക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ ഭാര്യയ്ക്ക് പൂച്ച മാന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏപ്രിൽ 6 ഇലക്ഷൻ ദിവസം പൂച്ചയ്ക്കുള്ള ഇഞ്ചക്ഷൻ അടിക്കാൻ വന്നു. അതേ പൂച്ച നമ്മുടെ വീട്ടിലെ പൂച്ചയാണ്. അത് മെയ് 18 മകനെ മാന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മരുന്നില്ല, മരുന്ന് കഴിഞ്ഞിരിക്കുകയാണ്, സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്, പുറത്തുള്ള കരുണ ഹോസ്പിറ്റലിലേക്ക് പോയി പറഞ്ഞു. അപ്പോൾ കരുണ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ 400 രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ. ഇനി അടുത്ത ട്രിപ്പുള്ള ഇഞ്ചക്ഷൻ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ അടിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളമാതിരിയുള്ള സാധാരണപ്പെട്ട ആൾക്കാർ ഡെയിലി 700-800 രൂപ കൂലിക്ക് പണിക്ക് പോകുന്ന ആൾക്കാർ 400 രൂപയ്ക്ക് കൊടുത്ത് ഇഞ്ചക്ഷൻ അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏപ്രിൽ മാസം വരയ്ക്കും മരുന്നുണ്ടായിരുന്നു. അത് ഉടനെ മെയ് മാസമായതും മരുന്നെല്ലാം തീർന്നു എന്നാണ് പറഞ്ഞത് ഡോക്ടർ. അതിൽ ബില്ലുകളുണ്ട്, കാണിക്കാം, അത്രയേ ഉള്ളൂ. കുപ്പഞ്ഞ സ്ഥലത്ത് നിന്നാണ് രാവിലെ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. മാസം വരികയാണ് 5 കൊല്ലം പിടിച്ചിട്ട്. രാവിലെ വന്ന് 8 മണിക്ക് വന്ന് ഷുഗർ ചെക്ക് ചെയ്ത് OP ടിക്കറ്റ് 9:45 OP ടിക്കറ്റ് കൊടുത്തിട്ട് 11:30 മണി വരെ ക്യൂ നിന്നു. ഈ 11:30 മണി വരെ ക്യൂ നിന്നിട്ട് 2 ഡോക്ടർമാരെ ഉണ്ടായിരുന്നുള്ളൂ. 11:30 മണിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് 8 മണിക്കും ഡോക്ടർ ഒരു എമർജൻസി പറഞ്ഞ ഡോക്ടർ ഒരു വണ്ടി കയറിപ്പോയി. പിന്നെ ഞങ്ങൾ നോക്കി നിന്ന് കുറേ നേരം നിന്നു. പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അത് ഗേറ്റ് വരെയാണ്, മുമ്പിലുള്ള എൻട്രൻസ് വരെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിഞ്ഞുപോയി. പിന്നെ നാളെ നീ ഇങ്ങോട്ട് വരണ, പിന്നെ നീ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 കൊല്ലം പിടിച്ചിട്ട് 5 കൊല്ലമായിട്ടാണ് ഞാൻ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ മാസം വരുന്നത്. വന്ന കയറി ഒരു അരമണിക്കൂറും കൂടി ഉണ്ടായില്ല. ഒരു 4-5 ഡോക്ടർമാരുടെ മേലെ ഉണ്ടായിരുന്നു. ഇവരും ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഈ മാസം ഭയങ്കര ഒരു ഇതാണ്. തിരക്ക് പറഞ്ഞാൽ എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല, പ്രായമായവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്നെങ്കിൽ അവിടെ ഇരുന്ന് അമ്മമാരും അച്ഛന്മാരൊക്കെ പ്രായമായവരൊക്കെ ഒരുപാട് പരാതി പറഞ്ഞിട്ടാണ് പോയത്. ഇങ്ങനെ പോയാൽ എല്ലാവരും കൂടി ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരുന്നതാണ് എൻ്റെ അഭിപ്രായം. UTV ന്യൂസ്, പാലക്കാട്.